ഓടിക്കാറിൽ ചീര വിറ്റത് ഭയങ്കര വൈറലായിരുന്നു. ഞാനൊരു 25 മേളിൽ കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് 25ഓളം ഷോപ്പ് ഒരു കൃഷിക്കാരന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജന്മത്തെ ഓർത്തിട്ടില്ല എന്നുള്ളതാണ്. മോഹൻലാലിന്റെ കൃഷിയൊക്കെ ഭയങ്കര വൈറലാണ്, മമ്മൂട്ടിയുടെ കൃഷി വൈറലാണ്. അവർക്ക് താല്പര്യമുണ്ട്. സൂര്യാന്തി കൃഷി നമുക്ക് നല്ലൊരു തരംഗം ഉണ്ടാക്കാനായിട്ട് പറ്റി. ഒരു 2 മണിക്കൂർ കൊണ്ട് 30,000 രൂപയ്ക്ക് മേല് സെയിലാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ മൂവ് ചെയ്യുന്ന പച്ചക്കറികൾ വെണ്ട, പയർ, തക്കാളി, മുളക് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ആൾക്ക് പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. വെറൈറ്റി ഫാർമറാണ് നമ്മളുടെ കൂടെയുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ പേര് വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ശരിക്കുള്ള പേരെന്താ? എൻ്റെ ഒരു സുജിത്ത് എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നു. ഓക്കെ. ചേട്ടന്റെ ഇപ്പൊ 7 ദിവസം മുന്നേ യൂട്യൂബിലിട്ടൊരു വീഡിയോന്റെ ക്യാപ്ഷൻ ഞാൻ വായിക്കാമേ. 30,000 രൂപ ലാഭം കിട്ടേണ്ട പാടത്ത് 60,000 രൂപ നഷ്ടം വന്ന വീഡിയോ. അതിൽ ചേട്ടൻ പറയുന്നുണ്ട്, അടുത്ത് കൃഷി ചെയ്ത് ഞാൻ ഈ നഷ്ടം അങ്ങ് നികത്താം. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ എൻ്റെ പപ്പ ചിലപ്പോൾ കൃഷിയൊക്കെ ചെയ്തിട്ട് നഷ്ടമൊക്കെ വരുമ്പോൾ പറയും, ഓ ഇനിയിപ്പോൾ ചെയ്യേണ്ട, ഫുള്ള് നഷ്ടമാണ്, കൃഷി ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല, ഒരു ഉപകാരമില്ല എന്നിങ്ങനെ പറയും. ആ സ്ഥാനത്താണ് ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് അത് പോയത് പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാമെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പറ്റുന്നത്? കൃഷിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലായിടത്തും പ്രതിസന്ധിയുണ്ട്. ഇപ്പം ഞാനൊക്കെ പല രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ അവരൊക്കെ വലിയ കാര്യങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് കാർഷിക മേഖലയിൽ നിൽക്കുന്നത്. ഇപ്പം കേരളത്തിലും ഒരുപാട് പ്രതിസന്ധിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴിയിലെ പ്രത്യേകത വെച്ചാൽ പല തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളാണ്. താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, മേൽ പുരയിടങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ചൂട് കൂടുതലുള്ള സമയമാണ്. മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂടുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കരപ്പുരയിടങ്ങൾ, അതായത് പൊക്കമുള്ള പുരയിടങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ കൃഷി പരാജയപ്പെടും. ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും തണുത്ത, അതായത് പാടത്ത് പോലുള്ള നെൽകൃഷി ചെയ്യുന്ന വയലുകൾ കൃഷി ചെയ്യുന്ന നമുക്ക് ഏറ്റവും നല്ലത്. അതായത് പറമ്പിൽ കൃഷി ചെയ്യേണ്ട അത്രയും ചിലവില്ല ഈ താഴത്തെ പ്രദേശം കൃഷി ചെയ്യുമ്പോൾ. ഈർപ്പം ഉണ്ടാവും, വളം ഉണ്ടാവും. പക്ഷേ ഒരു റിസ്ക് ഉണ്ട്. ഈ സമയത്ത് മഴ കഠിനമായിട്ട് പെയ്യണമെങ്കിൽ ന്യൂനമർദ്ദം. ഇപ്പം ഞാൻ കാർഷിക മേഖലയൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ട് ഈ ന്യൂനമർദ്ദം ഈ സമയത്ത് ഇത്രയും ശക്തമായിട്ട് വന്നിട്ടില്ല. അതൊരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ കാർഷിക മേഖല ഇടപെടുന്നത്. അപ്പോൾ അമിതമായിട്ടൊരു മഴ വന്നപ്പോൾ നമ്മുടെ ആ താഴ്ന്ന പ്രദേശത്തിൽ, അതായത് അവിടുത്തെ പ്രത്യേകിച്ച് ഒരു 50,000 രൂപ മുടക്കി 1,00,000 കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞാൻ റിസ്ക് എടുത്ത് കൃഷി ചെയ്ത്, പക്ഷേ ആ പിള്ളേരെയൊക്കെ പടന്ന് കയറിയ സമയത്ത് തന്നെ വെള്ളം വന്ന് മൊത്തം പോയൊരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ആ പോയ പൈസ എങ്ങനെ റിട്ടേൺ പിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ആ പാടത്ത് തന്നെ പിടിക്കുന്നത് ഏറ്റവും നല്ലത്. ആ പാടത്ത് ഇപ്പം ആദ്യം ഇത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, രണ്ടാമത് തൈയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇപ്പം നിലവിൽ ആ പാടത്ത് ഇപ്പം നിലവിൽ മത്തം നട്ട് കഴിഞ്ഞ്, അപ്പോൾ ആ പൈസ പോയ പൈസയെങ്കിലും കൃത്യമായിട്ട് റിട്ടേൺ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ രീതിയിലുള്ള റിസ്ക് എടുക്കുന്നത്. പിന്നെയും കുറച്ചുകൂടെ പൈസ പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ കാർഷിക മേഖലയിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. പക്ഷേ അതനുസരിച്ച് എഫേർട്ട് ഇട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും റിസ്ക് എടുത്ത് കാർഷിക മേഖലയിൽ ഇടപെടുന്നത്. ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതിൽ നിൽക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടാവൂലേ? അടുത്ത പ്രാവശ്യം പിടിക്കാം, ഓക്കെ കിട്ടും, എന്നാലും ഇത് പോയല്ലോ എന്ന് ഓർത്തിട്ട്. അതുണ്ടാവും. നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാ? ഇല്ല. അത് കൂടുതൽ പേര് സന്തോഷിക്കാനുണ്ടാവുള്ളൂ. ആ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വിങ്ങി പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇത്രയും കാർഷിക മേഖല സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ മുഖത്ത് സങ്കടം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു സങ്കടങ്ങൾ പലപ്പോഴും ഞാൻ ഉള്ളിൽ ഒതുക്കുകയാണ് പതിവ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ സമയത്ത് എത്രയും പെട്ടെന്ന് അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ദുഃഖം വന്ന സമയത്തായാലും ഒരുപാട് പേര് സന്തോഷിക്കത്തേ ഉള്ളൂ. നമ്മൾ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മളൊരു പഞ്ചായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനവിടെ എൻ്റെ ഫേസിൽ ഒരുപാട് ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കവർ ചെയ്ത് നമ്മളിപ്പോൾ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത അപ്ഡേഷൻ വരും. അപ്പോൾ സക്സസ് ആണെങ്കിൽ വലിയ പോയ പൈസ നമുക്ക് അതിൽ നിന്ന് തന്നെ റിട്ടേൺ പിടിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ആ പാടത്ത്, അതായത് 1 ഏക്കർ പാടാണത്, കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളരിയാണെങ്കിൽ ഇപ്പോൾ മത്തനാണ് ഇട്ടത്. മത്തൻ തൈയെല്ലാം പാകി വെച്ച് വെള്ളം കയറിയപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ച പ്രായമുള്ള തൈകൾ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ കൃത്യമായിട്ട് മഴയൊന്നും പെയ്തില്ലെങ്കിൽ 60 ദിവസം നമുക്ക് ആ പാടത്ത് റിട്ടേൺ കിട്ടി തുടങ്ങും. ലോകത്തിലെ ഏറ്റവും വലിയ അത്തപ്പൂക്കളം
ചൊരിമണലിൽ സൂര്യകാന്തി കൃഷി, അതുപോലെ ഫ്ലോട്ടിംഗ് പൂക്കൃഷി, ഇതൊക്കെ പറയുന്നത് ഭയങ്കര വെറൈറ്റി കൃഷികളാണ്. അതായത് ചേട്ടൻ്റെ യൂട്യൂബിൻ്റെ പേര് പോലെ തന്നെ വെറൈറ്റി ഫാർമറിൻ്റെ പേര് അനർത്ഥമാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കൃഷികൾ. ഈ ഒരു തോട്ട് എങ്ങനെയാണ് വരുന്നത്? ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ വെറൈറ്റി ഫാർമർ എന്ന് ഇട്ടത് പണിയായിപ്പോയില്ലെന്ന്. കാരണം ആൾക്കാർ നമ്മളെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള വെറൈറ്റികളാണ്. അതെ. അപ്പോൾ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം, എപ്പോഴും ഒരു 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു അപ്ഡേഷൻ നടത്താറുണ്ട്. ഇപ്പം ജനങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ റിസ്ക് എടുക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യകാന്തി കൃഷി നമുക്ക് നല്ലൊരു തരംഗം ഉണ്ടാക്കാനായിട്ട് പറ്റി. എനിക്കൊന്ന് ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു തരംഗമായിട്ട് മാറി. അതൊരു വലിയൊരു വിജയമായിരുന്നു. ഒരു കഞ്ഞിക്കുഴി എന്ന ഗ്രാമപ്രദേശത്തിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് അതിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മനസ്സിലായി, അതോടൊപ്പം എനിക്ക് മനസ്സിലായി കൂടുതൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഓണത്തിന് 2025 വലിയൊരു പൂക്കളം, അതല്ല ഇപ്പോൾ പൂക്കെന്ന് വെച്ചാൽ പൂക്കൃഷി എന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലായിടത്തും തരംഗമുണ്ട്. അതിലൊക്കെ നമുക്ക് നല്ല റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൂക്കളം തന്നെ ഇടുക എന്നുള്ളതാണ്. അതിലൊരു പൂക്കളം അത്തം തൊട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗുണം വെച്ചാൽ 1 മാസത്തോളം നിൽക്കും. എല്ലാ ദിവസവും പൂക്കളമായിട്ട് പൈസയും കളയണ്ട. അപ്പം അങ്ങനെയാണ് ഒരു വെറൈറ്റി ആയിട്ട് അത്തപ്പൂക്കളം നമ്മൾ റെഡിയാക്കി എടുത്തത്. പക്ഷേ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ കൊണ്ട് നമുക്ക് അവിടെ കൃഷി ചെയ്യാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും. അതല്ല, പൂക്കൾ മാത്രമല്ല, പച്ചക്കറികൾ എല്ലായിടത്തും നിന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പച്ചക്കറിയായി പൂവായി. ഇനിയിപ്പോൾ അടുത്ത ഓണത്തിനൊക്കെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിയും. അതല്ല, ടൂറിസത്തിനൊക്കെ അത് ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. കൃഷിയും ടൂറിസവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? ഇനിയുള്ള കാലത്തെ സാധ്യത അതാണ്, ടൂറിസം. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരുപാടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ വിദ്യാഭ്യാസം +2 ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പോയ സമയത്തൊക്കെ പ്രധാനമായിട്ടും നമ്മൾ സൈക്കിളും എന്നൊക്കെ നിക്കറോട്ടുണ്ടാണ് പോകുന്നത്. സൈക്കിളൊക്കെ തന്നെ റെയറാണെന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഫോറിനേഴ്സാണ് നമ്മുടെ റോഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത്. സൈക്കിളിൽ പോകുമ്പോഴൊക്കെ കൗതുകമാണ് അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് വെച്ചാൽ ടൂറിസ്റ്റുകൾ പൊതുവേ കുറഞ്ഞു. നമ്മൾ കേരളം നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. പക്ഷെ നമ്മളതിനെ കേരളത്തെ യഥാർത്ഥത്തിൽ അപ്ഡേറ്റ് ചെയ്യില്ല എന്ന് മറ്റുള്ള രാജ്യത്ത് പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം മറ്റുള്ള പല രാജ്യങ്ങളും ടൂറിസത്തിൽ അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പം കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രാദേശികമായ ടൂറിസം ശക്തിയായിട്ടുണ്ട്. ആ കൊറോണയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് പുറത്തുനിന്നുള്ള വരുമാനം കൂടെ കേരളത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയ ടൂറിസമാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് അവർ വരും. അവർ വലിയ വലിയ മണിമാളിൽ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഫോറിനേഴ്സൊക്കെ പ്രത്യേകിച്ചും. എൻ്റെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനിക്ക് ഭാഷ അറിയാൻ മേല കേട്ടാ, ഇംഗ്ലീഷ് എനിക്ക് ഭാഷയല്ല. എങ്കിൽ പോലും ഞാൻ ആരും ഗൈഡിനെ ഒന്നും വെക്കാറില്ല. ഇപ്പോൾ റിസോർട്ടിലൊക്കെ ആരെങ്കിലും വന്നേ പോലും അണ്ണാ ഞാൻ തന്നെ ഡീൽ ചെയ്യണമെന്ന് പറയും. അപ്പം അങ്ങനെ എൻ്റെ രീതിക്ക് അവരെ കാണിച്ചോട് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്. അവർ നമ്മളെ ഫോളോ ചെയ്താറുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ടൂറിസമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ അവർ പണിയെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ രീതിക്കൊക്കെ ടൂറിസമായിട്ട് വരുമ്പോൾ ഭയങ്കര റിസൾട്ടാണ് വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കാലത്തെ കൃഷിയും ടൂറിസവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മികച്ച വരുമാനം. അമ്മത്തല്ല, ഇപ്പോൾ യുവാക്കളായാലും കൂടുതൽ ഈ രംഗത്തേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞു വെച്ച് യുവാക്കൾ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് പറയാം. എങ്കിലും ചില ആൾക്കാർക്ക് ഇങ്ങനെ മടിച്ച് നിൽക്കും. കൃഷി എന്ന് പറയുമ്പോൾ കൃഷി ചെയ്താൽ വലിയ എന്താന്നുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? കൃഷിയിൽ വരുംകാലം ഒരു വലിയൊരു സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ട് കേട്ടാ. ഇപ്പം മറ്റുള്ളൊരു ഫേമാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് ആ പ്രസ്ഥാനം ഓൾറെഡി നന്നായിട്ട് മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ കൃഷി എന്ന് വെച്ചാൽ ആ മേഖല ഇടപെടുമ്പോൾ തുടക്കം മുതൽ അതോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം ആ സമയം വരെ അതിൻ്റെ എൻഡ് വരെ നമ്മൾ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പം ഒരു ആഴ്ച നമുക്ക് കാർഷികമേഖല എന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം ആ പാടത്തുണ്ടാവും. അപ്പോൾ ആ രീതിക്കുള്ള മാർക്കറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പച്ചക്കറി ആണെങ്കിൽ ലോങ് ക്രോപ്പാണെങ്കിൽ അത്ര വിഷയമില്ല. ഇപ്പോൾ തെങ്ങ് വാഴയൊക്കെ ആണെങ്കിൽ അത്ര വിഷയമില്ല. റംബൂട്ടാനങ്ങളുള്ള സാധനങ്ങൾക്ക് അത്ര വിഷയമില്ല. ഇപ്പോൾ പച്ചക്കറിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റായി നിന്ന് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക, ലാഭകരമായിട്ട് പോകണം. കൃഷി ലാഭകരമായിട്ട് പോയാൽ മാത്രമേ യുവജനങ്ങളെയൊക്കെ ആകർഷിക്കാൻ പറ്റുള്ളൂ. കൃഷി എന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ വ്യവസായമാണ്. ഇവിടെ വ്യവസായം മാത്രമല്ല, ഇവിടെ വ്യവസായം ഒരു സേവനം എന്ന രീതിയിൽ കേരളത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ലാഭം കിട്ടും, ഒരു പാഷൻ ഉണ്ടാകണം, താല്പര്യം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ നല്ല രീതിക്ക് കൃഷി കൊണ്ടുവരാനും ഒരുപാട് യുവാക്കളെയൊക്കെ ആകർഷിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പം കൃഷി വകുപ്പിനെയൊക്കെ മാസികെടുത്താലും ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഏജിലുള്ള ആൾക്കാരുടെ പടമാണ് വെക്കുന്നത്. ഒരുപാട് സമയത്ത് പടം വെക്കാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ആ സമയത്ത് ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന കൃഷിക്കാരുടെ നല്ല പടങ്ങളായിരിക്കണം
വരേണ്ടത്. അതൊരു മോട്ടിവേഷനാണ്. ഒരു മാസികയിലൊരു കവർ പേജിലൊരു പടം വരുന്നത് നിസ്സാരമല്ല. ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ പടമൊക്കെ കൊടുക്കും ഇഷ്ടംമാതിരി. സംസ്ഥാന സർക്കാർക്ക് നടത്തുന്ന പരിപാടിയിലൊക്കെ ഇപ്പം ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് സെലിബ്രിറ്റീസിനാണ്. മോഹൻലാലിനും മമ്മൂട്ടിനെ ഒക്കെ വെക്കും. അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല ഇവരൊക്കെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ്. അവരൊക്കെ കൃഷിയിലുള്ളതാണ്. മോഹൻലാലിൻ്റെ കൃഷിയൊക്കെ ഭയങ്കര വൈറലാണ്, മമ്മൂട്ടിയുടെ കൃഷി വൈറലാണ്. അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സർക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കേരളത്തിലെ കൃഷിയൊക്കെ നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കണം. അപ്പോൾ അവരൊക്കെ മെസ്സേജ് കൊടുക്കേണ്ടത് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കാനും കേരളത്തിലെ കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവില്ലേ? വലിയ മാറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പം കൃഷി വകുപ്പ് സംവിധാനത്തിൽ തന്നെ ഒരുപാട് നന്നായിട്ട് ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നല്ല ഒരു ഡിസൈൻ, ഒരു അഴിച്ചുപണിയൊക്കെ നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കാർഷിക മേഖലയിൽ കുതിച്ചായിട്ടുണ്ടാകും. ഞാനങ്ങളൊക്കെ ഇസ്രായേലൊക്കെ പോയ സമയത്ത് ഗവൺമെൻറ് കൊണ്ടുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവിടെയൊക്കെ വലിയ പ്രതിസന്ധിയുള്ള രാജ്യമാണ്. അപ്പോൾ അവരൊക്കെ ഓവർകം ചെയ്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഈസി ആയിട്ട് പറ്റും. അത്രയും പ്രതിസന്ധി നമുക്കില്ല. അവിടെ വെള്ളത്തിന് വരെ വില കൊടുക്കണം ഇല്ലേ? നമുക്ക് എല്ലാ സമയത്തും എല്ലാം കൃഷി ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? അപ്പൊ ആ രീതിക്കൊക്കെ ആണെങ്കിൽ കേരളം കാശ്മീരിൽ വളരുക തന്നെ ചെയ്യും. ചേട്ടൻ ഇപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പോയി അവരുടെ കൃഷി രീതികൾ കണ്ടപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് മാതൃകയാക്കാനൊക്കെ തോന്നിയിട്ടുണ്ടോ? അതങ്ങനെ ചെയ്തിട്ടുണ്ടോ? കൃഷിയിൽ ചേട്ടന് പരീക്ഷണം നടത്തിയിട്ടുണ്ടോ? ഞാൻ കാശ്മീരിലേക്ക് കടന്നു വരുന്ന ഒരു ടൈം ഞാൻ ഇപ്പോഴും വന്ന ആളല്ല. അച്ഛൻ ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം വരുമാന മാർഗ്ഗമില്ല, നമുക്ക് ജോലിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ കയർ മേഖലയിൽ, ആലപ്പുഴ ജില്ല കയർ മേഖലയിൽ നിന്ന് സജ്ജമായിട്ട് നിൽക്കുന്നതാണ്. തെങ്ങുണ്ടെന്ന്, തെങ്ങിനെ നന്നായിട്ട് സംരക്ഷിക്കും. തേങ്ങയ്ക്ക് അന്ന് എനിക്ക് തോന്നുന്നത് 2 രൂപ 3 രൂപ ഉള്ള സമയമാണ്. അന്ന് ആ വരുമാനം കൊണ്ട് 25-30 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തട്ടിമുട്ടിയാണെങ്കിൽ പോലും അന്നേരം അപ്പോൾ 10 രൂപയുടെ അല്ല 5 രൂപയുടെ മീനാണെന്ന സാഹചര്യം മേടിക്കുന്നത് ഒരു നേരെ വെക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. പഠിക്കുന്ന കാലം മുതലേ പാർട്ട് ടൈം ജോബിന് നമ്മളൊന്ന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് സ്ഥലങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പയർ, വെണ്ട, ചീര എന്ന് പരമ്പരാഗത രീതി ചെയ്യും. അപ്പോൾ ആ സമയത്ത് കാർഷിക മേഖലയിൽ ഇടപെട്ട് തുടങ്ങിയതിൽ ഗുണകരമായത് വേറെ മറ്റുള്ള ജോലിക്കൊക്കെ പോയി എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു, വരുമാനം കിട്ടാതെ വന്നു. അപ്പം അങ്ങനെയാണ് 2013 ഞാൻ കാർഷിക മേഖലയിലേക്ക് വരുന്നത്. 2013 കാർഷിക മേഖലയിലേക്ക് വന്നപ്പോഴും ഹൈടെക് രീതി ഇല്ല. ആലപ്പുഴ ജില്ലയിൽ കാര്യമായിട്ടുള്ള ഹൈടെക് രീതി ഇല്ല. അപ്പോൾ അന്ന് കേരളത്തിലായാലും കൃഷി നടക്കുന്ന നന്നായിട്ട് കൃഷി ടെക്നോളജിയിലൊക്കെ വന്നു തുടങ്ങിയത് പാലക്കാടൊക്കെ വരാൻ കാര്യം എന്ന് വെച്ചാൽ പാലക്കാട് തൃശ്ശൂരൊക്കെ വരാൻ കാര്യം അവർ മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ്. നമ്മൾ മധ്യ കേരളമല്ലേ. അപ്പോൾ അവിടെയൊക്കെ വന്നു തുടങ്ങി. വലിയ പ്രചാരം ഇല്ലായിരുന്നു. അപ്പോൾ കഞ്ഞിക്കുഴിലെ കൃഷി വകുപ്പ് ടീമും ഒക്കെ ആയിട്ട് പഞ്ചായത്തൊക്കെ ആയിട്ട് ഒരു ടീമിനെ, ഒരു കൃഷിക്കാരുടെ 50 കൃഷിക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷിക്കാരുടെ ടീമായിട്ട് ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ, കൃഷി രീതികൾ കാണാൻ പോയി. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരി ഞാനാണ്. അതായത് 13-14 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ അന്ന് എല്ലാം കണ്ട് പഠിച്ചിട്ട് ഓഫീസർ ചോദിച്ചു, ഈ രീതി നമുക്ക് എവിടെയെങ്കിലും നടപ്പാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആരും പറഞ്ഞ് നമ്മുടെ ആ മണ്ണ് നടക്കില്ല, കാരണം അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും ഡിഫറൻ്റ് ഭയങ്കരമാണ്, ചൊരുമണലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ മണ്ണിൽ ഒന്ന് ട്രയൽ റൺ എടുത്ത് നോക്കാം. അന്ന് ആ റിസ്ക് ആ ചെറുപ്രായത്തിൽ എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് എനിക്കിന്ന് ഈ ഫ്ലോറിൽ വന്ന് നിൽക്കാൻ പറ്റിയത്. അന്ന് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ കൃഷിയിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയ സമയത്താലും ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് കാർഷിക മേഖലയെക്കുറിച്ചാണ്. നമ്മുടെ മേഖല എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല രാജ്യത്തൊക്കെ പോയ സമയത്തും പുതിയ കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ അതേപോലെ നടപ്പാക്കിയില്ല. ഇപ്പോൾ ഇസ്രായേൽ പോയ സമയത്ത് വെച്ചാൽ, വിയറ്റ്നാമിൽ പോയ സമയത്ത് അവിടുത്തെ അതേപോലെ നടപ്പാക്കിയിട്ട് കാര്യമില്ല. വിയറ്റ്നാമിൽ പോയ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് പൈസ മുടക്കി പോയതാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കേരളത്തിലെ സെയിം ക്ലൈമറ്റാണ്. അവിടെ റംബൂട്ടാനും തേങ്ങയും മാങ്ങയും ഒക്കെയാണ് പ്രധാന വരുമാനം. അത് എക്സ്പോർട്ട് ചെയ്ത ഒരു വരുമാനം ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ചെന്നപ്പോൾ അതല്ല, അവർക്ക് ഏത് കൃഷിയാണോ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയത് അത് ലാഭകരമായിട്ട് ചെയ്യും. മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അവർ മറ്റുള്ള രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യും. അപ്പോൾ അതൊരു രീതി, ആ രീതിക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ടെക്നോളജികളുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് ഡിഫറൻ്റ് ആണ് അല്ലേ? അവിടെയൊക്കെ ഹൈലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കേരളത്തിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാർഷിക മേഖല ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ലോ കോസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരമാവധി ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക്. മാത്രമല്ല നമ്മളെന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പാരിറ്റീവ്ലി ഫൈറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മുടെ മോഡൽ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയും കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇല്ലേ? മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ എന്തും വില കുറഞ്ഞ് വരുമ്പോൾ അത് മേടിച്ച് കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് ആശുപത്രി പോകാനേ സമയം ഉണ്ടാവുള്ളൂ ഇല്ലേ? അപ്പം അങ്ങനെ നല്ല നല്ല ടെക്നോളജികൾ കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കി ഇത്ര നാളായിട്ട് എല്ലാ സമയത്തും അപ്ഡേറ്റ് കുറച്ച് ഡെവലപ്പ് ചെയ്ത് നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ അസുഖങ്ങൾ കൂടുന്നൊരു കാര്യം ചേട്ടൻ മെൻഷൻ ചെയ്തല്ലോ.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങളാണ് ഉള്ളത്. പേര് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇത് ശരിക്കും ഭക്ഷണത്തിലൂടെ വരുന്ന അസുഖങ്ങളാണ്. ഈ കൃഷിയും ആരോഗ്യവും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ചേട്ടന് തോന്നുന്നത്? മലയാളത്തെ പറഞ്ഞ മടിയന്മാരാണ്, അതനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം എത്രത്തോളം മേഖലയിൽ അല്ല, ഇപ്പം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ചപ്പാത്തി കടയും അപ്പം പൊറോട്ടയൊക്കെ ഇഷ്ടംമാതിരി എല്ലാ കടയിലും ക്യൂ ആണ്. ഒന്നും ഇണക്കാൻ പോലും കഴിയില്ല. ഇപ്പം ഈ ടൗണിലൊക്കെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാം അരിഞ്ഞ് എത്തി തുടങ്ങി, പച്ചക്കറി ഉൾപ്പെടെ എല്ലാം അരിഞ്ഞ് എത്തി തുടങ്ങി. ഫുഡ് ഡെലിവറി ഇപ്പോൾ ഒരു എറണാകുളത്തൊക്കെ ഒരു അരമണിക്കൂർ ഒഴിക്കുകയാണെങ്കിൽ 100 കണക്കിന് ഡെലിവറി വാഹനങ്ങൾ പോകുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു പുതിയ വീട് വരികയാണെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ അടുക്കള വേണ്ടി വരികയില്ല. ഇല്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങിയാണ്. അതൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. 100 കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അതനുസരിച്ച് അസുഖങ്ങളും കൂടി. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്. സലാഡുകൾ നന്നായിട്ട് ഉപയോഗിക്കും, ഫുഡൊക്കെ ക്രമീകരിച്ചേ കഴിക്കുള്ളൂ. അവിടെ അസുഖങ്ങൾ കുറവാണ്. ഇപ്പം അസുഖങ്ങൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴൊക്കെ പറയുന്ന വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 ആഴ്ച കഴിഞ്ഞേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നടക്കുക. ഇവിടെ ആണെങ്കിൽ മുട്ടിന് ഹോസ്പിറ്റലുകളാണ്, ഇല്ലേ, മെഡിക്കൽ സ്റ്റോറുകളാണ്. അവിടെ അതില്ല. എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ റെയറായിട്ടാണ് അസുഖങ്ങളൊക്കെ വരുന്നത്. അവിടെ അസുഖങ്ങൾ പൊതുവെ കുറവാണ്. അതനുസരിച്ചുള്ള രീതിക്കാണ് അവരുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ദിനചര്യ അങ്ങനെയാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ള നാടായിട്ട് നമ്മളെ കേരളം അതിവേഗം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൻകിട ഇൻവെസ്റ്റ്മെൻറ്റാണ് ആരോഗ്യമേഖലയിലൊക്കെ ഇവിടെ ആരോഗ്യമേഖലയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബോധവൽക്കരിച്ചാൽ തന്നെ, നല്ല ആഹാരം കഴിക്കണം എന്നൊരു ബോധം കൊടുക്കുക, വ്യായാമം ചെയ്യുക ഇപ്പോഴത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മലയാളികൾ ഏറ്റെടുത്ത് തുടങ്ങിയൊരു ടൈം കൂടിയാണ്. ഇപ്പോൾ സലാഡ്, ഇപ്പോൾ കുക്കുംബർ കൃഷി എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ വർഷം എനിക്കൊരു 10 കിലോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100 കിലോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് മിച്ചമായിരുന്നു. ഇപ്പം അതിന് ഇരട്ടി കുക്കുംബർ കൃഷി ചെയ്താൽ തന്നെ തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങി. ഇതൊരു ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ കൃഷിയിടങ്ങൾ സാധ്യതകൾ വളരെ കുറവാണ്, ഏരിയ ഇല്ല. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ട്, അനുകൂലമായ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രതിസന്ധിയും കവർ ചെയ്തിട്ട് വേണം കാർഷിക മേഖല ഇടപെടാൻ. അപ്പം വ്യവസായ അടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചെറിയ കുടുംബങ്ങൾക്കുള്ള അവരവർക്ക് വേണ്ട പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചിലവ് മരമൊന്നും അതിനകത്ത് നോക്കരുത്. കാരണം ചിലവ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചെറിയ കൃഷിയാണെങ്കിൽ ഇച്ചിരി ചിലവ് കൂടും. പക്ഷേ ആ പൈസ നമ്മൾ ആരോഗ്യത്തിലൂടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി? അതായത് പലപ്പോഴായിട്ട് നമ്മൾ ചെറിയ പൈസയ്ക്ക് വാങ്ങി കഴിക്കുന്ന ആഹാരങ്ങൾ പലപ്പോഴും നമ്മൾ വലിയ അസുഖത്തിലേക്ക് കൊണ്ടെത്തും. ആരോഗ്യ സംരക്ഷണത്തിന് കാർഷിക മേഖല ഇടപെടുന്ന ഒരു സിസ്റ്റം, നല്ല ആഹാരം കഴിക്കുന്ന സിസ്റ്റം. ഇപ്പം മറ്റുള്ള രാജ്യത്തൊക്കെ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഓരോ പച്ചക്കറിയും പരിശോധിക്കാനുള്ള ലാബ് സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇവിടുന്ന് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടേൺ വരും. അപ്പം കേരളത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉള്ള സ്റ്റോർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നല്ല കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കില്ല. ഇപ്പം മൊത്തം ആൾക്കാരും എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നതിൻ്റെ രീതിയിലേക്ക് മാറി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% ആൾക്കാർ നല്ലത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് നല്ല പ്രീമിയം വിലക്ക് വിൽക്കാനായിട്ട് കഴിയണം. അപ്പോൾ കേരളത്തിലെ കാർഷിക മേഖലയും ഓൾറെഡി പതിയെ ഡെവലപ്പായിട്ട് വരും. അവർ ഈ 10 പേര് പതിയെ ഡെവലപ്പായി കൂടുതൽ വിലയ്ക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. ആ രീതിക്കാണ് കാർഷിക മേഖലയിൽ നല്ല സാധ്യതകളാണ് വരുന്നത്. ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അതായത് കുറേ കർഷകരെ വെച്ച് നോക്കുമ്പോൾ ചേട്ടനായിരുന്നു അന്ന് ഏറ്റവും യങ് എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ കൃഷിയിലേക്ക് വന്നത്? എന്താണ് ഈ കൃഷി മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? കാർഷിക മേഖലയിൽ പഠനകാലത്ത് ഇടപെട്ട് തുടങ്ങിയതാണ്. അപ്പോൾ വീട്ടിലെ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പോയത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്, വണ്ടി ഓടിക്കാൻ ലൈസൻസ്. അപ്പോൾ അന്ന് ഒരു വണ്ടി ഓടി പുത്തനമ്പലം എന്ന സ്ഥലത്താണ് വണ്ടി ഓടിയാൻ പഠിച്ച്. അപ്പോൾ അതിനുശേഷം ഒരു ചെറിയ എയ്സിലാണ് ആദ്യം കയറുന്നത്. ചൈരി വണ്ടിയാണ് ഓടുന്നത്. അപ്പോൾ ചൈരി കയറ്റി ഇറക്കണം, ഇച്ചിരി കഷ്ടപ്പാടാണ്. പക്ഷേ എങ്കിൽ പോലും ആഴ്ചയിലൊക്കെ എനിക്ക് 1000 രൂപ അന്ന് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല ലോറിയെ പോയി, ബസ്സിൽ പോയി. ആ സമയത്ത് ചെറിയ അപ്ഡേഷൻ നടത്തിക്കൊണ്ടേയിരുന്നു. സർവേ പോയി അന്നൊക്കെ ഈ മണ്ണ് ഇഷ്ടംപോലെ കയറിപ്പോണ സമയമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ മണ്ണ് പണിക്ക് പോയി, മൈക്കാട് പണിക്ക് പോയി. അപ്പോൾ അതൊക്കെ ചെറിയ വരുമാനങ്ങൾ നമ്മൾ ഏൺ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലി അല്ല, അതെന്ന് വെച്ചാൽ നോർമൽ ജോലിയും നോർമൽ വരുമാനം. അപ്പോൾ കുറച്ച് അപ്ഡേറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്തു, പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പോൾ അവിടെ എനിക്ക് വീട്ടിൽ വരാൻ പറ്റാത്ത സാഹചര്യം, അപ്പോൾ കൃഷി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. വീട്ടിൽ വന്ന് പോകാൻ പറ്റില്ല, ആഴ്ചയിലേ വരാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അന്ന് വർക്കിംഗ് ടൈം വെച്ചാൽ ഒരു 9 മണി കയറി കഴിഞ്ഞാൽ അപ്പോൾ ഒരു വൈകിട്ട് 9 മണി അല്ലെങ്കിൽ 10 മണിയൊക്കെ ആകും വർക്കിംഗ് ടൈം, അത്ര വർക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് ഒരു 10,000 രൂപയൊക്കെ സാലറി കിട്ടും, ഭക്ഷണം കിട്ടും, പിന്നെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, വീട്ടിലില്ലാത്തതല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റി. അതൊക്കെ കൊണ്ട് ഞാൻ അവിടെ നിന്നു. 3 വർഷത്തെ ബോണ്ടായിരുന്നു, 25,000 രൂപ കൊടുത്താണ് അവിടെ കയറിയത്. അപ്പോൾ ആ ബോണ്ട് തീരണന്ന് ഞാൻ തീരുമാനിച്ച് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നമുക്കൊരു ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കാർഷിക മേഖലയ്ക്ക് ഇടപെടാൻ വേണ്ടി വന്ന ആളല്ല, വന്നിട്ട് ഒരു ഹോട്ടലാണ് തുടങ്ങിയത്. ഹോട്ടൽ മാനേജർ ചെറിയ പഠനം ഉണ്ടല്ലോ. അപ്പം ഹോട്ടലിൽ 1 മാസം കൊണ്ട് തന്നെ എനിക്ക് പൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അടുത്താണ്, കൂറ്റൽ സ്കൂളിൻ്റെ അടുത്താണ് ഹോട്ടൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആ ഉള്ള അറിവൊക്കെ വെച്ചാണ് ഹോട്ടൽ തുടങ്ങിയത്. ഭയങ്കര കഷ്ടപ്പാടുള്ള മേഖലയാണ് കേട്ടോ. ഇപ്പോൾ ഹോട്ടൽ നടത്തുന്നവരൊക്കെ ഞാൻ സല്യൂട്ട് ചെയ്യാണ്. കാരണം അത്രത്തോളം എഫർട്ട് ഇട്ട് മാത്രമേ ഒരു സംരംഭം വിജയിക്കാനായിട്ട് വരും, ഏതൊരു സംരംഭം ആയാലും, ഹോട്ടൽ പ്രത്യേകിച്ചും. അപ്പോൾ ആ സംരംഭം എനിക്ക് നഷ്ടം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഗുണം, ഞാൻ അത് പൂട്ടി വെട്ടുന്നത് തന്നെ, വലിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലത്തുണ്ടെങ്കിൽ നഷ്ടം വന്നാലും ഒരു ഈഗോയുടെ പുറത്ത് ആൾക്കാർ ഓടിച്ചോണ്ടേയിരിക്കും. അത് വേണ്ട, സംരംഭം തുടങ്ങി നഷ്ടമാണ്, നടക്കുകയില്ലെന്നുണ്ടെങ്കിൽ പൂട്ടിയിട്ട് അടുത്ത പണിക്ക് പോവുക. അപ്പോൾ അന്ന് ഞാൻ വലിയൊരു ഡിസിഷൻ എടുത്ത് കാർഷിക മേഖലയിലേക്ക് കടന്നു വരാമെന്നു. അപ്പോൾ അങ്ങനെയാണ് കാർഷിക മേഖലയിലേക്ക് 2ാം വര വെച്ചത്. വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ ഫുൾ ആൾക്കാർ എടുത്തെടുത്തൊരു സാധനം ഇന്ന് കാണുന്ന പ്രാധാന്യം തന്നില്ല. അപ്പോൾ അതിനൊക്കെ കവർ ചെയ്ത് വലിയ റിസ്ക് എടുത്തത്. കാരണം എനിക്കത് വിജയിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ മാർഗ്ഗമില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ വേറെ വിദേശത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കാർഷിക മേഖലയിലേക്ക് വന്നത്. പക്ഷേ ഒരേ വിജയങ്ങളുണ്ടായപ്പോൾ എല്ലാവരും കൂടി എന്നുള്ളതാണ്. അങ്ങനെ കൃഷിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ പതിയെ കൃഷിക്കാരെയൊക്കെ ചെന്ന് കാണുന്നു. പുതിയ സിസ്റ്റം നമുക്ക് അറിയാമല്ല, നമ്മളൊക്കെ ഒരു കുറേ ആളെ വിട്ട് നിന്നിട്ട് പിന്നെ 2ാം വരുന്നതാണ്. അപ്പോൾ കൃഷിഭവനിലൊക്കെ പോയി ഓഫീസർമാരെ കണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് മേടിച്ച്, പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ട് മേടിച്ച്, അപ്പോൾ അങ്ങനെ പതിയെ ചെയ്ത്. അതല്ല, അത് മാത്രം കൊണ്ട് ഓടിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. കൃഷി എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അന്നൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഈ പാടങ്ങളിലൊക്കെ വെള്ളം പറ്റും. ഈ ജനുവരി മാസമൊക്കെ വെള്ളം പറ്റും, ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ വെള്ളം പറ്റുമ്പോൾ ആ സമയത്ത് മാത്രമാണ് പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മാത്രം കാർഷിക മേഖല ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല, ബാക്കി സമയത്ത് തന്നെ എടുക്കും. അപ്പം അങ്ങനെ ചെറിയൊരു ഓട്ടോയോടി പുത്തനമല ചാനലിലെ ഓട്ടോയോടും കൃഷിയും ചെയ്യും. തുടക്കം അങ്ങനെയാണ്. അപ്പം ഫുൾ ടൈം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വരുമാനം വേണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് പഠിച്ചുടനെ പുതിയ കാര്യങ്ങൾ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കണ്ട് പഠിച്ച് നമ്മുടെ പ്ലോട്ടിൽ ആലപ്പുഴ ജില്ല ആദ്യമായിട്ട് ഹൈടെക് രീതി നമുക്ക് പരീക്ഷിക്കാനായിട്ട് പറ്റി. ഈ പരീക്ഷ സമയത്ത് ഒരുപാട് പേരാണിത് നമ്മുടെ ചോരുമണ്ണിൽ വിജയിക്കുകയെന്ന് പറഞ്ഞത്. അതെനിക്കൊരു വെല്ലുവിളിയായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒരു വെല്ലുവിളി നമ്മുടെ പുറകിൽ എപ്പോഴും ഉള്ളതുകൊണ്ടാണ്. വിജയിച്ചാൽ മതിയാവുള്ളൂ. നമ്മളൊക്കെ താഴെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേര്. അപ്പോൾ അതാണ് എൻ്റെ വിജയരഹസ്യം. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മൾ ആ സമയത്ത് എനിക്ക് വിജയിപ്പിക്കാൻ വേണ്ടി റിസ്ക് എടുത്തെന്ന് ഓർക്കണം. നമ്മുടെ മണ്ണിൽ മാത്രമല്ല, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളം പ്രയോഗം നടത്തി. അതേ മണ്ണ് തൃശ്ശൂരും പാലക്കാടത്തെ മണ്ണ് എങ്ങനത്തെ മണ്ണാണോ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ മണ്ണ് നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന സ്ഥലം കോട്ടയാണ്. മലമുകളിലെ മണ്ണ് കിട്ടുന്നല്ല, വളക്കൂറുള്ള ആ മണ്ണും 25 സെൻറ്റ് സ്ഥലത്ത് പരീക്ഷിച്ചു. നമ്മുടെ മണ്ണിലും കൃഷി ചെയ്ത്. പക്ഷേ റിസൾട്ട് ഗംഭീര റിസൾട്ട് ഒരേപോലെ വന്നു എന്നുള്ളതാണ് വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് ക്ലിക്കാവുമെന്ന് മനസ്സിലാക്കി നേരെ 10 ഏക്കറിലേക്കാണ് ഞാൻ ചാടിയത്. കയ്യിലാണെങ്കിൽ പൈസയൊന്നും ഇല്ല. കാരണം ഇവിടെ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പൈസ മുടക്കി നിൽക്കുകയാണ്. ലോണൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ പല ബാങ്കുകാരും കാർഷിക മേഖലയ്ക്ക് റിസ്ക് ആണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ ചെന്ന് വെച്ചു ലോൺ പറഞ്ഞാൽ അവരുടെ റിസ്ക് എടുക്കാൻ ചെയ്യില്ല. കാരണം ഓൾറെഡി കാർഷിക മേഖല എന്ന് പറയുമ്പോൾ തന്നെ നഷ്ടങ്ങളുടെ കണക്കാണ് മിക്കവർക്കും പറയാനുള്ളത്. അപ്പോൾ ആ രീതിക്കൊക്കെ അവരൊക്കെ പക്ഷേ ഒരു ബാങ്ക് എനിക്ക് ലോൺ തന്നുള്ളതാണ്. അപ്പോൾ ആ ബാങ്ക് 1 ലക്ഷം രൂപ ലോൺ തന്ന്, അപ്പോൾ അത് വെച്ചാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് വിജയിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ മേടിച്ച് സഹായിച്ച്, കൂട്ടുകാരൊക്കെ സഹായിച്ച്. അപ്പോൾ അങ്ങനെയാണ് 10 ഏക്കറിലേക്ക് ഡെവലപ്പ് ചെയ്ത്. സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കോളേജിൽ ആദ്യമായിട്ട് കയറാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു അവിടെ നിന്നതിൽ ചോരിമണ്ണാണ്. നമ്മൾ ആദ്യം കൃഷിയേക്കാളും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള മണ്ണിലാണ് പോയത്. അവിടെ നല്ല രീതി ശോഭിക്കാൻ പറ്റി. അവിടെ എന്ന് വെച്ചാൽ മീനും പച്ചക്കറിയും വാഴയും എല്ലാം കൂടെ നല്ലൊരു അടിപൊളി തോട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. പച്ചക്കറിയാണ് നമ്മുടെ മോഡൽ എന്ന് വെച്ചാൽ എല്ലാ സമയത്തും വിളവെടുക്കാൻ കഴിയുന്ന പച്ചക്കറി. സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിക്ക് പ്രാധാന്യം കൊടുത്ത്. അപ്പം ചീര ഉണ്ടാവും, ഒരു കൃഷി തുടങ്ങുമ്പോൾ ചീര ഉണ്ടാവും, പയറുണ്ടാവും, വെണ്ട ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ വിള പച്ചക്കറികളും ചെയ്യും. മാത്രമല്ല ഒരു ഐറ്റത്തിന് വില കുറഞ്ഞാൽ പോലും അടുത്ത ഐറ്റം വെച്ച് കവർ ചെയ്ത് പോകും. അപ്പോൾ അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. അപ്പോൾ 2014 സംസ്ഥാനത്തെ മികച്ച യുവകർഷകരായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതെനിക്കൊരു ഗുണം ചെയ്ത് 1 ലക്ഷം രൂപ കിട്ടി, ഒരു ഗോൾഡ് മെഡലും കിട്ടി. ആ പൈസ നേരെ ഒരു കാറ് ഞാൻ മേടിച്ച്. അന്ന് കൃഷിക്കാരൻ കാറ് മേടിച്ചെന്ന് പറഞ്ഞ് അത്യാവശ്യം ഭയങ്കര കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഫോക്സ് വേണം എന്നുള്ള കാറാണ് ഞാൻ മേടിച്ചത്.
അത് ഞാൻ മേടിച്ച് പിന്നെ എനിക്കൊരു ഉറപ്പായി കാർഷിക മേഖലയിൽ വരുമാനം കണ്ടെത്തുന്നതിന് ഉറപ്പായി. അന്ന് ഈ വെറൈറ്റി ഫാർമർ ഇല്ല. 2015 എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വരുന്നത് ഒരു പാവലിൻ്റെ പടമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനെനിക്ക് തോന്നുന്നത് അന്ന് 300 ലൈക്കാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ എടുത്ത് രണ്ടാമത് കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഞാൻ ഇട്ട്. രണ്ടാമത് ഇട്ടപ്പോൾ 10,000 അടുത്ത് ലൈക്കിലേക്ക് വന്നു എന്നുള്ളതാണ് ആ പഴയ പടം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് റീച്ചിലേക്ക് വരാൻ പറ്റി. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന വരുമാനം കൊണ്ട് മാത്രമല്ല, ഇപ്പം കൂടുതൽ കൃഷി കൂടിയപ്പോൾ മാർക്കറ്റിംഗ് തടസ്സമായി. അപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അന്ന് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് അതിൻ്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ വെറൈറ്റി ഫാർമുള്ള പേജ് തന്നെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ പേജിലൊക്കെ നമുക്ക് അതിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വിൽക്കാമെന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ 100 കണക്കിൽ ആൾക്കാർ പെട്ടെന്ന് എത്തിയാണ്. അതിനുമ്പൊക്കെ ആശ്രയിച്ചിരുന്നത് ഒരുപാട് പേരെ നമ്മുടെ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിലൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സഹായം പത്രമാധ്യമങ്ങളൊക്കെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് അന്നൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പതിയെ ഡെവലപ്പ് ചെയ്ത് മാത്രമല്ല ഓരോ സമയത്തും ഓരോ അവാർഡുകൾ തന്നെ തേടിയെത്തി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 4 പുരസ്കാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ എല്ലാം ഫണ്ടുമൊക്കെ നമുക്ക് ഗുണകരമായിട്ടുണ്ട്. ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാർഷിക മേഖലയൊക്കെ സജീവമായിട്ട് നിന്നത്. മാത്രമല്ല ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഞാൻ കാർഷിക മേഖല ഇടപെട്ടുവാണെങ്കിൽ 10,000-ന് മേളിൽ ആൾക്കാർ എൻ്റെ ഫീൽഡ് സന്ദർശിച്ചിട്ടുണ്ട് പല ജില്ലയിൽ നിന്നായിട്ട്. അപ്പം അങ്ങനെ കേരളത്തിലെ കാർഷിക മേഖല വലിയ രീതിയിലുള്ള മാറ്റം യുവാക്കളുടെ ഇടയിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ചേട്ടൻ്റെ കൃഷിഭൂമി പല ആൾക്കാർ സന്ദർശിക്കാറുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ MP KC വേണുഗോപാൽ സാറ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൃഷിഭൂമി സന്ദർശിച്ചിരുന്നു. ആ വീഡിയോൻ്റെ ഇടയിൽ ഫുൾ നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. സാധാരണ ചേട്ടൻ്റെ വീഡിയോയുടെ ഇടയിൽ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് കാണാറില്ല. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഫുൾ നെഗറ്റീവ് ആയിരുന്നു കൂടുതലും ഭൂരിഭാഗം. ഒരു കർഷകൻ എന്ന രീതിയിൽ ചേട്ടൻ്റെ രാഷ്ട്രീയം എന്താണ്? കൃഷിക്കാരന് രാഷ്ട്രീയം നല്ലതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. കാരണം എനിക്ക് നേരത്തെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാർഷിക മേഖല സജീവമായിട്ട് തുടങ്ങിയപ്പോൾ നമ്മളത് ഒഴിവാക്കി. കാരണം നമുക്ക് എല്ലാവരും കൂടെ വേണം, നമ്മുടെ വീട്ടുകാരായാലും നമ്മുടെ രാഷ്ട്രീയക്കാരായാലും എല്ലാവരും കൂടെ വരുമ്പോഴാണ് നമുക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമാണെങ്കിൽ ആരും പ്രൊമോട്ട് ചെയ്യല, എല്ലാവരും ചവിട്ടിത്താത്തന്നെ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം വേണ്ട എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ ഫീൽഡിലേക്ക് വരാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് തവണ സാറോട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്തൊരു കമൻറ്റാണ് KC സാർ വന്നപ്പോൾ ഉണ്ടായത്. എനിക്ക് അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായില്ല. നമ്മുടെ MP അല്ലേ, മന്ത്രിക്കും MP ക്കും എല്ലാവർക്കും ഒരേപോലെ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ്റെ അടുത്ത് KC സാർ വന്നപ്പോൾ ഇച്ചിരി ഇത് വന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാര്യമില്ല, കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണമല്ലോ, നമുക്ക് എല്ലാവരെയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമൊക്കെ അല്ല, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സ്ട്രൈറ്റ് ആയ വഴിക്ക് പോവുക എന്നുള്ളതാണ്. ചേട്ടൻ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യലുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആയിരുന്നു ചരമ പരസ്യം കൊടുത്തിട്ടുള്ളത്. അതെന്താ സംഭവം? എപ്പോഴും മാർക്കറ്റിംഗ് നമ്മൾ പുതിയ രീതികൾ കണ്ടെത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സംരംഭം എനിക്ക് തോന്നുന്നത് ആ പൂക്കൃഷി കഴിഞ്ഞ വർഷം അർത്തിങ്ങപ്പള്ളിയുടെ സമയത്ത് ഒരു പൂക്കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് പല വീഡിയോസൊക്കെ ഇട്ടിട്ടും റീച്ച് കിട്ടുന്നില്ല, അങ്ങോട്ട് എടുക്കുന്നില്ല. കാരണം അത് പൂക്കൃഷിയൊക്കെ പല പ്രാവശ്യം ചെയ്തില്ല. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും വ്യത്യസ്തമായ സാധനം വരണം. അപ്പോൾ നമ്മൾ വേറൊരു അതിൻ്റെയൊക്കെ പരസ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം കൊണ്ട് പ്രദർശനം തുടങ്ങുന്ന പറഞ്ഞൊരു സാധനം, ഒരു ചരമ ഇതില്ലേ ആ രീതിക്കാണ് സഞ്ചാരക്കാട്ട് മോഡലാണ് ഞാൻ അടിച്ചത്. നന്നായിട്ട് കത്തി എന്നുള്ളതാണ്. പലരും ആ സാധനം ഇട്ട്, പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ നെഗറ്റീവ് വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ വീഡിയോസ് അങ്ങനെ ഒരുപാട് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ അത് ഞാൻ പലരും പെട്ടെന്ന് തന്നെ ഞെട്ടി ഷോക്കായെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇച്ചിരി നെഗറ്റീവ് കൂടിയ സമയത്ത് ഞാനത് മാറ്റുകയും ചെയ്തു പേജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രീതികളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അത് ഇച്ചിരി കടുത്ത കൈയായിപ്പോയെന്ന് എനിക്ക് പിന്നെയും മനസ്സിലാക്കി. കാരണം സ്വന്തക്കാരൊക്കെ ഉൾപ്പെടെ പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്നൊരു സാധനം പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ മാർക്കറ്റിംഗ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓടിക്കാറിൽ ചീര വിറ്റത് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ മാത്രമല്ല അതിൻ്റെയൊക്കെ മലയാളി വാർത്തകൾ മാത്രമല്ല എടുത്തത്. എനിക്ക് തോന്നുന്നത് ഹിന്ദിയും തമിഴും എല്ലാ ചാനലും മറ്റുള്ള സ്റ്റേറ്റിലെ ഉത്സവമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉത്സവം സൃഷ്ടിക്കാനായിട്ട് വരും. മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ 10-13 ചേച്ചിമാരുണ്ട്, 2-3 പേര് ഇപ്പം മാർക്കറ്റിംഗ് വേണ്ടി മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ വെച്ചാൽ പോലും ചില സമയത്ത് സാധനങ്ങൾ പ്ലസ് വരും. ഇത് മിഷനല്ലല്ല, ഇനി എനിക്ക് 100 കിലോ വെണ്ടക്ക പോരട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ 110 ഉണ്ടാവും. ചില സമയത്ത് കേട്ടുന്ന ഹർത്താലങ്ങളുള്ള അവധികൾ വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ദിവസം പെൻഡിങ്ങായി തന്നെ പിറ്റേ ദിവസം പ്ലസ് വന്നു. ആ പ്ലസ് ഉള്ള സാധനം നേരെ കടക്കാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എന്ത് പറ്റും എന്ന് പറ. പ്ലസ് ഉള്ള സാധനം കടക്കാരിലേക്ക്, കടക്കാൻ ഇപ്പോൾ 5 കിലോ സാധനം മതി.
10 കിലോ കൊണ്ട് കൊടുത്താൽ എന്ത് പറ്റും? നമുക്ക് അത്ര നമ്മൾ കർഷകന്റെ മകളായിട്ട് നമുക്കത്ര ലാഭം കിട്ടിയത് വരില്ല. ലാഭം കിട്ടുന്നവരല്ല, കുറക്കും, വില കുറക്കും. വില കുറക്കാൻ എപ്പോഴും കടക്കാരൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും വില കുറച്ച് എടുക്കുക എന്നുള്ള, അവരുടെ ലാഭം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ചാൽ എങ്ങനെ അത് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കും. എവിടെയെങ്കിലുമൊക്കെ അന്ന് ചെറിയൊരു പൈസ കുറച്ചായാലും നമ്മൾ ഡയറക്റ്റ് വിറ്റങ്ങോട്ട് തീർത്ത് ടൈറ്റ് ഉണ്ടെന്ന് കടക്കാരൻ അറിയരുത്. അപ്പം അങ്ങനെ പലപ്പോഴും ഞാൻ നമ്മൾ റോഡ് സൈഡിൽ കൊണ്ടൊക്കെ വിറ്റങ്ങനെ അടിച്ച് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇച്ചിരി ന്യായമായിട്ട് റേറ്റിന് കൊടുക്കും. അപ്പം അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് വിജയനായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാകുമ്പോൾ എല്ലാം ഒരേപോലെ പ്രൊഡക്ഷൻ ചെയ്യും. ഒരു അത്യാവശ്യങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ വെള്ളരി ഒരു വീട്ടിലൊക്കെ ഉപയോഗത്തിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ മതി. വിഷുവിന് വെള്ളരി നന്നായിട്ട് കൂടുതൽ ചെയ്യാം, കണിവെള്ളരിക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. എല്ലാ സമയത്തൊക്കെ വെള്ളരിയുടെ ഉപയോഗം കുറവാണ്, വെള്ളരി ഈസിയായിട്ട് കൃഷി ചെയ്യാം. അതേ കയറി പിടിച്ച് കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൃഷി പാളിപ്പോവും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മൂവ് ചെയ്യുന്ന പച്ചക്കറികൾ വെണ്ട, പയർ, തക്കാളി, മുളക് അങ്ങനെയുള്ള ഐറ്റംസാണ്. കാരണം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും പിള്ളേർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഐറ്റമാണ്. അപ്പോൾ ആ സാധനങ്ങൾ എപ്പോഴും എൻ്റെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ 1-2 ദിവസം ഒരു 100 കിലോ കിട്ടാവുന്ന രീതിക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തേക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് വിപണിയായി. നമ്മളതല്ലേ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ചിലപ്പോൾ 20 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടിയാൽ പോലും നമ്മളതൊന്നും നോക്കാറില്ല. നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അതൊരു ടേസ്റ്റ് ഉണ്ട്. ഇല്ല, ഇപ്പോൾ നമ്മുടെ വാഴപ്പഴമായാലും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് തന്നെയായാലും ഗുണമേന്മ നമ്മുടെ ഇവിടെ ചൊരിമണൽ, തണ്ണിമത്തനായാലും ഒക്കെ ചൊരിമണൽ ഉണ്ടാകുമ്പോൾ അതിൽ തെങ്ങിൻ കള്ള് മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ വന്നതിനേക്കാളും ടേസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കടലിൻ്റെ പരിസരത്തുള്ളവർക്ക് നല്ല മീൻ കിട്ടും, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ആ മീനിൻ്റെ ആ ക്വാളിറ്റി കിട്ടുക. അതേപോലെ തന്നെ പച്ചക്കറി നമ്മുടെ ഇവിടെ എന്തും വിളയുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് കൊണ്ട് കളക്ടറേറ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് 30,000 രൂപയ്ക്ക് മേൽ സെയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ നല്ല ആഹാരം കഴിക്കാനുള്ളവരുണ്ട്, അവരിലേക്ക് കൊണ്ട് എത്തിച്ച് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. ചേട്ടനെ പാടത്തേക്ക് വരുമ്പോൾ മുണ്ടും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയുക നാടൻ സ്റ്റൈലിൽ വരും ഓട്ടോയിൽ. എന്നാൽ ഉദ്ഘാടനത്തിന് മുമ്പ് ഓടിക്കാറിൽ നല്ല സെറ്റപ്പായിട്ട് സ്റ്റൈലായിട്ട് നല്ല യൂത്തനായിട്ടൊക്കെ പോകും. എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ? കൃഷിയിടങ്ങളിലൊക്കെ നല്ല ഡ്രസ്സ് ഇട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇത് കിട്ടത്തില്ല. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും പിടിക്കാനൊന്നും പറ്റും. ഇപ്പം പാടത്തിറക്കുമ്പോൾ വിയർക്കും ചെളി പറ്റും. അപ്പോൾ ആ രീതിക്കാണ് പാടത്ത് പോകുമ്പോൾ അതാണ് നമുക്ക് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം നിക്കറിട്ടുണ്ട് പോകാനാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ മുണ്ടെടുക്കും. നിക്കറാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, എവിടെ വേണമെങ്കിലും അത്യാവശ്യം പോവാം. മുണ്ടാണ് ഉരിഞ്ഞു പോകുന്നുള്ള പേടി ഇടക്ക് വേണം. അപ്പോൾ ആ രീതിക്ക് പാടത്ത് പോകുമ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഉടനെ ഇച്ചിരി വന്നിട്ട് ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. നമ്മളല്ല ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ എനിക്കൊന്ന് ഞാനൊരു 25 മേളിൽ കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഒരു കൃഷിക്കാരന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉദ്ഘാടനം. 25ഓളം ഷോപ്പ് ഒരു കൃഷിക്കാരന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജന്മത്ത് ഓർത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾ കൃഷിക്കാർക്ക് അല്ല, കേരളത്തിലുള്ള കൃഷിക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൃഷിക്കാർ വളരണം. എല്ലാവരും ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റിനെ വിളിച്ച് ലക്ഷങ്ങൾ മുടക്കിയാണ് അല്ല. ഓരോ സെലിബ്രിറ്റീസ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വരണമെങ്കിൽ 5 ലക്ഷം രൂപ മുടക്കണം. ഇപ്പോൾ കൃഷിക്കാരനാണെങ്കിൽ ഞാനല്ലേ 5 10 ഒക്കെ മേടിച്ചാലായി, തീരെ പറ്റുള്ളവർക്ക് ഞാനൊന്നും മേടിക്കാറുമില്ല എന്നുള്ള ഡിമാൻഡ് ചെയ്യല്ല, അവരെന്തെങ്കിലും തന്നേലായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് പോണത്. ഇപ്പോൾ അടുത്തൊക്കെ നമുക്ക് പൈസ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ആളായി പോകുന്നൊരു സാധനം വരും ഇല്ലേ. അപ്പം അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര പോകുമ്പോൾ ഒരു ചിലവുണ്ടല്ലോ. അതല്ല നമ്മുടെ ടൈം. ഒരു ദിവസം എൻ്റെ ഒരു വാല്യൂ ഞാൻ കാണുന്നത് 5000 രൂപയാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് 5000 നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ 5000 രൂപയുടെ വർക്ക് പലതായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂല്യം കൃഷിക്കാർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ മാറിക്കഴിഞ്ഞാൽ പല പല സിസ്റ്റം നമ്മൾ അവിടെ വേറെ അഡീഷണൽ ആളെ വെക്കേണ്ടി വരും. നമ്മൾ നിൽക്കുന്ന പോലെ അവിടെ ആകത്തുമില്ല. അപ്പം എനിക്ക് ഇട്ടിരിക്കുന്ന ഒരു വാല്യൂ അതാണ് 5000 രൂപയാണ് ഒരു ദിവസം ഒരു മൂല്യമായിട്ട് ഞാൻ കാണുന്നത്.